ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക്. നമ്മളിപ്പോൾ ഉള്ള ആക്കുളമാണ്. ആക്കുളത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ ടൂറിസം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൻ്റെയും അതുപോലെ തന്നെ ഈ ചിൽഡ്രൻസ് പാർക്കിൻ്റെയൊക്കെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി എത്തിയാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. തിരുവനന്തപുരത്തുള്ള ആക്കുളത്താണ് ഈ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. അതായത് കഴക്കൂട്ടം കോവളം ഹൈവേയിൽ നിന്നും ഉള്ളൂരിലേക്ക് പോകുന്ന ആക്കുളം ഉള്ളൂർ റൂട്ടില് ആക്കുളം എന്ന സ്ഥലത്ത് ഈ ടൂറിസ്റ്റ് വില്ലേജിന് അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ചിൽഡ്രൻസ് പാർക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒന്ന് ചില്ലോട്ട് ചെയ്യാൻ പോയി ഇരിക്കാനൊക്കെ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളുണ്ട്. പിന്നെ ചെറിയൊരു കുളം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ആ കുളത്തിൻ്റെ അകത്ത് നമുക്ക് ഈ കുട്ടയൊക്കെ ഉണ്ട്, രണ്ടുപേർക്ക് ഇരുന്ന് തുഴഞ്ഞു പോകാൻ പറ്റിയ ഒരു കുട്ട. അതുപോലെ തന്നെ ഒരു വാട്ടർ ഫൗണ്ടെയിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ പണിത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വർക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടില്ല എങ്കിലും അതും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എയറോപ്ലെയിനിന്റെ ഷേപ്പിലുള്ള ഒരു ബിൽഡിംഗ്. അതും ഏകദേശം അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് അതിന്റെ പണികളൊക്കെ കടന്നിരിക്കുകയാണ്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന വെച്ചാൽ ചെറിയൊരു ഗാർഡൻ ഉണ്ട്, ഒരു നഴ്സറി ഉണ്ട്, പിന്നെ ഒരുപാട് ചെടികളൊക്കെ അവിടെ വെച്ചേക്കുന്നതായിട്ടൊക്കെ കാണാം. സോ ഇതെല്ലാം നമുക്ക് ഓരോന്നായിട്ട് പോയി കാണാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവയാണ് ഈ കുട്ടികൾക്ക് വേണ്ടി കളിക്കാൻ വേണ്ടിയുള്ള റൈഡുകൾ. ഇതൊരു 3-4 ഉണ്ട് വെറൈറ്റി ടൈപ്പിലുള്ളത്. ഇതൊക്കെ കുട്ടികൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. ഇതിന്റെ മുകൾ ഭാഗത്തൊക്കെ ഇപ്പോൾ പണികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് മുകളിലോട്ട് കടക്കാൻ സാധിക്കില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവര് മുകളിലോട്ട് പ്രവേശനമില്ലെന്ന്. അതുപോലെ തന്നെ ഇത് വളരെ മനോഹരമായ രീതിയിൽ സ്റ്റെപ്പൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. എന്തായാലും അതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് മേളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള കുറച്ച് ദൃശ്യങ്ങളൊക്കെ പകർത്തുവാൻ സാധിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കുളവും അതുപോലെ തന്നെ നമ്മുടെ കുട്ട കൊണ്ടുള്ള നമുക്ക് തുഴയാൻ പറ്റിയ രീതിയിലുള്ള വഞ്ചിയൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ ഇതിന് ചുറ്റുമായിട്ട് ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിലെ ഇലകളൊക്കെ വീണ് ഇച്ചിരി അതിൻ്റെ അഴുക്കായിട്ട് കിടക്കുകയാണ്. പക്ഷേ അതൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇലകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ക്ലീൻ ചെയ്ത് വളരെ മനോഹരമാക്കി എടുക്കുന്നുണ്ട്. ജോലികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വാട്ടർ ഫൗണ്ടെയിന് വേണ്ടിയിട്ട് കെട്ടിയിട്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു. സോ ഇതിന്റെ മുകളിലായിട്ട് ലൈറ്റ് ഒക്കെ വെച്ച് അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള രീതിയിൽ പണിതെടുക്കാൻ വേണ്ടിയാണെന്നാണ് കരുതുന്നത്. എന്തായാലും ഇതിന്റെ പണി കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുള്ളൂ. നമ്മളിപ്പോൾ കാണുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ എയ്റോപ്ലെയിനിന്റെ ഷേപ്പിലുള്ള ആ ഒരു ബിൽഡിങ്ങും അതുപോലെ തന്നെ ഈ നീന്തൽക്കുളമാണ്, സ്വിമ്മിംഗ് പൂളും. ഇതിന്റെ വർക്കുകൾ, അതായത് അവസാനഘട്ട പണികളൊക്കെ ഇപ്പോൾ നടക്കുന്നുള്ളൂ. അത് ഞങ്ങൾ പോയ സമയത്ത് അവിടെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സൈഡിൽ നിന്നാണ് വീഡിയോ എടുക്കാൻ നോക്കിയത്. അപ്പം മുൻവശത്ത് പോയി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ല. എടുക്കാൻ പറ്റിയാൽ അതും കൂടെ ഇടുന്നതായിരിക്കും. നമുക്ക് എന്തായാലും ഈ ഒരു സ്വിമ്മിംഗ് പൂളിന്റെയും ഈ ഒരു എയറോപ്ലെയിൻ ബിൽഡിങ്ങിന്റെ ഒക്കെ അടുത്ത് നിന്ന് കുറച്ച് വിഷ്വൽസ് എടുക്കാൻ പറ്റി. ഇതൊരു അടിപൊളിയാണ്, നമുക്ക് പറയാതിരിക്കാൻ വയ്യ. വളരെ മനോഹരമായിട്ട് പണിതിട്ടുണ്ട്. ഈ സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ ചെറുതാണെന്നൊക്കെ തോന്നും, പക്ഷെ ചെറുതല്ല. അത്യാവശ്യം നല്ല ആഴവും അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ളൊരു സ്വിമ്മിംഗ് പൂളാണ്. ഇതിന്റെ സറൗണ്ടിങ്സ് ഒക്കെ ആണെങ്കിലും വളരെ നീറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് പണിതിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു എയറോപ്ലെയിൻ ബിൽഡിങ്ങും നമുക്ക് കാണാനായിട്ട് വളരെ ഭംഗിയാണ്.
അതുപോലെ ഈ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തായിട്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളും അതുപോലെ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനും അങ്ങനെയുള്ള മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും തന്നെ അവരിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലായിട്ട് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെയും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റൊരു ശ്രദ്ധിക്കപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ചെടികളുണ്ട്. ഒരുപാട് ചെടികളും അതുപോലെ ഒരുപാട് തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വിൽക്കാനുള്ളതാണ്. നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അവർ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. സ്റ്റാഫൊക്കെ ഉണ്ട് പ്രത്യേകമായിട്ട് അതിനൊക്കെ വെള്ളം നനയ്ക്കാനും അതുപോലെ തന്നെ അതൊക്കെ നോക്കി നടത്താനൊക്കെ. നമുക്ക് ഒരുപാട് ചെടികൾ ഇതിൻ്റെ എല്ലാ വശത്തുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഫ്രണ്ടിൽ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഈ ചെടികളൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഈ ചെടികളൊക്കെ കൂടാതെ നമുക്ക് ഇവിടെ ഒരുപാട് വിത്തുകളൊക്കെ ലഭ്യമാണ്. വിത്തുകൾ എന്ന് പറഞ്ഞാൽ ഈ പച്ചക്കറികളുടെ ഒക്കെ ആയിട്ടുള്ള വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള വിത്തുകൾ, അത് നമുക്കിവിടെ കാശ് കൊടുത്ത് വാങ്ങിക്കുവാനായിട്ട് സാധിക്കും. ഇത് ചെടികളുടെ ഒരു നഴ്സറിയാണ്. അത് വളരെ മനോഹരമായിട്ട് വലയൊക്കെ ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് മൂടി വെച്ചിരിക്കുകയാണ്. നമുക്ക് പുറത്തുനിന്ന് ചെറുതായിട്ട് കാണാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിത് വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും ആ നെറ്റിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു വിടവ് കിട്ടിയതുകൊണ്ട് അതിലേക്കൂടെ നമ്മൾ ക്യാമറ വെച്ചിട്ട് കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ റേറ്റും വിവരങ്ങളൊക്കെയാണ്. നമുക്ക് ഈ പാർക്കിൽ കയറാനുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് 20 രൂപയാണ് 1 മണിക്കൂറത്തേക്ക്. അതുപോലെ സ്വിമ്മിംഗ് പൂളിലാണെങ്കിൽ കുട്ടികൾക്ക് 50 രൂപയും വലിയവർക്ക് 100 രൂപയുമാണ് 1 മണിക്കൂറത്തേക്ക്. ലേഡീസിന് വെനസ്ഡേ മാത്രമേ ഉള്ളൂ, അതായത് ബുധനാഴ്ച മാത്രം 8:30 മുതൽ 10:30 വരെയാണ് സമയം. അതുപോലെ നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ കയറുന്നതിന് അതിന് സ്വിമ്മിംഗ് സ്യൂട്ടൊക്കെ നിർബന്ധമാണ്. അതുപോലെ അതിൻ്റെ ഷിഫ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.